ശ്രീഹരയേ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ധ്യാനയോഗം ശ്ലോകം 16 മുതൽ 20 വരെ. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നത ന ചാതിസ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യഃ യുക്ത ഇത്യുച്യതേ തദാ. യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. ഹരി ഓം. ശ്രീഹരയേ നമഃ. 15-ാമത്തെ ശ്ലോകത്തിൽ ധ്യാന പരിശീലനത്തിൽ കൂടി ലക്ഷ്യബോധം ഉറപ്പുവരുമ്പോൾ ലഭിക്കുന്ന ശാന്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി 16-17 ശ്ലോകങ്ങളിലായിട്ട് ചിട്ടപ്പെടുത്തൽ, ജീവിതത്തിലെ ചിട്ടകളെക്കുറിച്ചാണ് പറയുന്നത്. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നത ന ചാതിസ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ന അശ്നതസ്തു, വേണ്ടതിലധികം ഭക്ഷിക്കരുത്. അങ്ങനെ ഭക്ഷിച്ചാൽ ധ്യാനസ്ഥിതി ലഭിക്കില്ല. ഒരുപാട് ഭക്ഷണം, മൃഷ്ടാന്ന ഭക്ഷണമായി കഴിഞ്ഞാൽ അടുത്തത് ഉറക്കം വരും. ഇനി ദീർഘസമയം പട്ടിണി കിടക്കുന്നതും അതുകൊണ്ട് ധ്യാനസ്ഥിതിക്ക് വിഘാതം വരുത്തും. അപ്പോൾ ആ വിശപ്പിനെക്കുറിച്ച്, വിശപ്പ് എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരിക്കും കൂടുതൽ വരുന്നത്. ഇനി ആവശ്യത്തിൽ കവിഞ്ഞ് ഉറങ്ങരുത്. കൂടുതൽ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കക്ഷീണം മാറില്ല. ഇനി ആവശ്യത്തിലധികം ഉണർന്നും ഇരിക്കരുത്. കൂടുതൽ ഉണർന്നു കഴിഞ്ഞാൽ അതും തളർച്ച ഉണ്ടാകും. പിന്നെയോ ലക്ഷ്യം മറക്കാതെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. വാസനാക്ഷയത്തെ നിർത്തിയിട്ട് ന്യായമായിട്ടുള്ള ലോകസുഖങ്ങളിലൊക്കെ ഏർപ്പെടാം. പക്ഷെ സ്വധർമ്മം, കർമ്മ, ലക്ഷ്യബോധം ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാകണം. താൻ ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ യജ്ഞ രൂപത്തിലാകണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു, കായേന വാച നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ ഭഗവാനായിട്ട് സമർപ്പിക്കുന്ന രൂപത്തിൽ വേണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാധകന് ധ്യാനം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന സമാധി അനുഭവമായി പരിണമിക്കും. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ ചലനങ്ങളും ആത്മസംതൃപ്തി അഥവാ സുഖം അനുഭവിക്കാനുള്ള യത്നങ്ങളാണ്. ഇനിയോ ദുഃഖം. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഭൂതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തക. ആ ചിന്തയിൽ തന്നെ ഇരുന്ന് അജ്ഞത കാരണം താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നത്, ഒരാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാളുടെ സുഹൃത്ത് വന്നിട്ട് പറയണേ, നമ്മൾ ഒരുമിച്ച്
ആ പാഠശാലയിൽ പഠിച്ചവരല്ലേ? അതെ. എന്നിട്ട് താങ്കളിപ്പോൾ എന്താ ചെയ്യണേ? ഞാൻ ദാ അവിടെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നീ ഞാൻ വിവാഹമൊക്കെ കഴിച്ചു, എന്നിട്ടോ കുട്ടികളൊക്കെ ആയി. ഇനി ആ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി അവർക്കൊക്കെ ജോലി കിട്ടും, അവർക്ക് വിവാഹം കഴിക്കും, അവർക്ക് മക്കളൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, ആ സുഖം തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോന്നിൻ്റെയും പുറകിൽ ഓടി 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 അവസാനം നമുക്ക് വേണ്ടത് ഏത് തന്നെയാണ്? സുഖം തന്നെയാണ്. നമ്മളുടെ മനസ്സ് ആത്മാവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ദുഃഖങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സമാധിയെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏതൊരാളുടെ ചിത്തമാണോ ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠമായി തീരുന്നത് അദ്ദേഹം യുക്തൻ എന്ന് അറിയപ്പെടുന്നു. അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യഃ യുക്ത ഇതി ഉച്യത്തെ തഥാ. യഥാ ധ്യാനം സമാധിയിലെത്തി എപ്പോഴാണ് എത്തുന്നത്? വിനിയതം ചിത്തം, ആത്മാനന്ദാനുഭവത്തിൽ മുഴുകിയ ആ ചിത്തം ആത്മനി ഏവ അവതിഷ്ഠതേ, ആത്മാനുഭവത്തിൽ തന്നെ എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുവാൻ കരുത്തുള്ളതായി തീരുന്നു. തഥാ അപ്പോൾ സർവകാമേഭ്യഃ നിസ്പൃഹഃ, എല്ലാ ലൗകിക സുഖേച്ഛകളിൽ നിന്നും മുക്തനായിത്തീരുന്ന സത്യനിഷ്ഠൻ യുക്തഃ ഇതി ഉച്യത്തെ, യുക്തൻ എന്ന് പറയപ്പെടുന്നു. അതായത് ധ്യാനം സമാധിയിൽ എത്തി എപ്പോഴാണോ ആത്മാനുഭവത്തിൽ മുഴുകിയ ചിത്തം ആ ആത്മാനുഭവത്തിൽ തന്നെ എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുവാൻ കരുത്തുള്ളതായി തീരുന്നത്, അപ്പോൾ എല്ലാ ലൗകിക സുഖേച്ഛകളിൽ നിന്നും മുക്തനായി തീരുന്ന സത്യനിഷ്ഠൻ യുക്തൻ എന്ന് പറയപ്പെടുന്നു. ഈ യോഗാരൂഢൻ തന്നെയാണ് യുക്തൻ. സ്ഥിതപ്രജ്ഞൻ, ജീവൻ മുക്തൻ, യുക്തൻ, യോഗാരൂഢൻ, ഇതൊക്കെ ഒരേ പദങ്ങൾ തന്നെയാണ്, ഒരേ അർത്ഥം വരുന്ന പര്യായ ശബ്ദങ്ങൾ തന്നെയാണ്. ധ്യാനം അഭ്യസിച്ച് പാകപ്പെട്ട് കഴിഞ്ഞാൽ സമാധി അവസ്ഥയിലെത്തും. ഇനി സമാധി അഭ്യസിച്ച് പാകപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാനന്ദാനുഭവം താനെ അവിടെ തെളിഞ്ഞു വരും. ഇതാണ് ചിത്തത്തിൻ്റെ ഒരു വഴി. ഇത് സാധിച്ചു കഴിഞ്ഞാൽ ലോക വ്യവഹാരങ്ങളിലും അതേപോലെ ബ്രഹ്മദർശനം, സർവത്ര ബ്രഹ്മദർശനമൊക്കെ സ്വയം വന്നു ചേരും. ഇനി 28ാമത്തെ ശ്ലോകം വരെ നമുക്ക് യോഗാരൂഢ സ്ഥിതിയാണ് പറയുന്നത്. അതിൽ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നു. ഇനി സവികൽപ്പ സമാധിയിൽ എത്തി നിൽക്കുന്ന യോഗിയുടെ ചിത്തത്തിൻ്റെ സ്വരൂപമാണ് അടുത്ത 19ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാവുന്നത്. യഥാ ദീപോ നിവാതസ്ഥഃ നിംഗതേ സോപമാ സ്മൃത യോഗിനോ യഥ ചിത്തസ്യ യുഞ്ജതോ യോഗം ആത്മനഃ. നിവാതസ്ഥഃ ദീപഃ, കാറ്റില്ലാത്ത ഇടത്ത് കത്തിജ്വലിക്കുന്ന ദീപം, യഥാ ന ഇംഗതേ, എപ്രകാരമാണോ ചലിക്കാതെ പ്രകാശിക്കുന്നത്, ആത്മനഃ യോഗം യുഞ്ജതഃ, ആത്മാവിൽ എത്തിച്ചേർന്ന് സുഖിക്കുന്ന യോഗിനഃ, യോഗിയുടെ യഥചിത്തസ്യ, ഏകാഗ്രചിത്തത്തിന് സാ ഉപമാ സ്മൃത, അത് ദൃഷ്ടാന്തമായി കരുതാം. കാറ്റുള്ള സ്ഥലങ്ങളിൽ ദീപം വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? ദീപം വല്ലാണ്ട് വലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ഇനി കാറ്റില്ലാത്തടത്താണെങ്കിലോ ആ ദീപത്തിന് യാതൊരു ചലനമില്ലാതെ എങ്ങനെ നിന്നത് കത്തുന്നത് കാണും. അപ്പം എങ്ങനെയാണോ ചലിക്കാതെ ആ ദീപം കാറ്റില്ലാത്ത സ്ഥലത്ത് പ്രകാശിക്കുന്നത്, ആത്മാവിൽ എത്തിച്ചേരുന്ന
ചേർന്ന് ആ ആത്മാവിലിരുന്ന് സുഖത്തെ അനുഭവിക്കുന്ന യോഗിയുടെ ഏകാഗ്ര ചിത്തത്തിന് ഇതേപോലെ ആയിരിക്കും. അതിന് ഒരു ഇളക്കവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ബുദ്ധിയായി മാറി നിന്നുകൊണ്ട് ആത്മസുഖം അനുഭവിക്കുന്നതിനെയാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സവികൽപ്പത്തിൽ അറിയുന്ന ബുദ്ധിയും അറിയപ്പെടുന്ന ആത്മാവും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാകും. ഇനി നിർവികൽപ്പ സമാധിയിലാണെങ്കിൽ ആ ബുദ്ധിയും കൂടി ബോധത്തിൽ അലിഞ്ഞു ചേർന്ന് സുഖരൂപം കൊണ്ട് അത് രണ്ടും അഭിന്നമായി ഒന്നായി തീരും. അപ്പം നിർവികൽപ്പത്തിൽ അനുഭവസ്വരൂപമായിട്ടുള്ള ആത്മാവ് മാത്രമേ ബാക്കി ഉണ്ടാവൂ. ഇനി ആരംഭഘട്ടത്തിൽ പല നാമങ്ങളിലും രൂപങ്ങളിലുമൊക്കെ നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ പൂജിക്കും ആരാധിക്കും എന്നുണ്ടെങ്കിലും ആ രൂപങ്ങളെല്ലാം അകന്ന് ആത്മപ്രകാശം നിറഞ്ഞ് ചിത്തവും ആത്മാനന്ദവും മാത്രം അവശേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഞാൻ എന്നുള്ള ആ അഹംബോധം മാത്രം അവശേഷിക്കും. അഹമസ്മി ബ്രഹ്മാഹമസ്മി എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ചിത്തത്തിൻ്റെ വേർപെടലും കൂടി നീങ്ങിക്കഴിയുമ്പോൾ അവിടെ നിർവികൽപ്പമായി പരിണമിക്കുന്നു. ഇനി സവികൽപ്പ സമാധിയുടെ അനുഭവത്തിൻ്റെ സ്വരൂപമാണ് അടുത്തത് പറയുന്നത്. എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ എത്ര ചൈവാത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. എത്ര ഏതൊരു സമാധി അനുഭവത്തിലാണോ യോഗസേവയ ധ്യാനാഭ്യാസ പാടവം കൊണ്ട് നിരുദ്ധം ചിത്തം വിഷയഗ്രഹണം തടഞ്ഞ് അന്തർമുഖമാക്കി ഉറപ്പിക്കപ്പെട്ട ചിത്തം ഉപരമതേ ആത്മാവിൽ പറ്റി നിന്ന് ആനന്ദിക്കുന്നത് എത്ര ചയേവ യാതൊരു സമാധി അനുഭവത്തിൽ തന്നെയാണോ ആത്മന ആ ചിത്തം കൊണ്ട് ആത്മനം പശ്യൻ ബോധാനന്ദ സ്വരൂപമായ ആത്മാവിനെ അറിഞ്ഞ് ആത്മനെ തുഷ്യതി ആത്മാവിൽ സന്തോഷിക്കുന്നത് അതാണ് യോഗം. ചിത്തം ത്രിഗുണാത്മകമാണ്. സത്വ രജ തമോ ഗുണങ്ങളാൽ നിറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ത്രിഗുണാത്മകമായ ചിത്തത്തിന് 5 സ്ഥിതിവിശേഷങ്ങളാണുള്ളത്. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. ഇനി ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. രജോ ഗുണപ്രധാനമാകുമ്പോൾ മനസ്സെങ്ങനെയാണ്? ചുറ്റുമുള്ള സുഖങ്ങളിലും മോഹങ്ങളിലും ഒക്കെ കൂടുതൽ ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കും, കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി നമ്മളത് അനുഭവിക്കാനായിട്ട് പോകും. ഈ ഒരു അവസ്ഥയിൽ ചിത്തം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത് ക്ഷിപ്താവസ്ഥ. ഇനി തമോ ഗുണമായി കഴിഞ്ഞാലോ എല്ലാം ഒന്നിനും മൂടില്ല, അല്ലേ? ഒരു മൂടുമില്ല, ഒരു രസവുമില്ല, ഇങ്ങനെ മന്ദിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആ തമോ ഗുണപ്രധാനമായ ചിത്തം വിഷാദത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അലസമായിട്ടുള്ള അവസ്ഥ അത് മൂഢാവസ്ഥ. ഈ 2 അവസ്ഥയിലും നമുക്ക് ആ ഭഗവത് രൂപത്തെ കാണാൻ അല്ലെങ്കിൽ ആ ഒരു ഏകാഗ്രചിത്ത അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല. ഇനി രജഗുണവും തമോ ഗുണവും കുറഞ്ഞ് വന്ന് കുറഞ്ഞ് സത്വഗുണം കുറച്ച് കൂടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കുറച്ച് എവിടേക്ക് ഏകാഗ്രപ്പെടാനും ഉള്ളിലൊരു സുഖവും ശാന്തിയും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത് വിക്ഷിപ്തം. ഇനി ഈ വിക്ഷിപ്ത അവസ്ഥയിൽ ചിത്തം കുറേയൊക്കെ സത്യാനുഭവത്തിന് അതിനുള്ള പാകപ്പെട്ട് വരും. രജസും തമസും പാടെ മാറി സത്വഗുണം പൂർണ്ണമാകുന്നതോടെയാണ് ചിത്തം സദാ ആത്മസത്തയിൽ ഏകാഗ്രം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്.
ഇനി ഏകാഗ്രമായ ചിത്തം നിരന്തര സത്യബോധത്തിൽ ലയിച്ച്, അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ സങ്കല്പ തരംഗങ്ങളൊക്കെ ഇല്ലാതാകും. അങ്ങനെ ആ ആത്മസ്വരൂപത്തിൽ അലിഞ്ഞ് ചേരുന്നത് നിരുദ്ധ ചിത്തം. ഈ ധ്യാനാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ യോഗസേവയിലൂടെ നമ്മൾ എത്തേണ്ടത് ആ നിരുദ്ധാവസ്ഥയിലാണ്. അത് സ്ഥിരമായി ചെയ്യുമ്പോൾ ആ നിരുദ്ധാവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം കേൾക്കാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരയേ നമഃ.